എന്റെ നാട് എറണാകുളത്താ. എറണാകുളം. പേരെന്താ? പേര് കൃഷ്ണൻ മുതലാളി. ഓ, ആരും ഇല്ലാത്ത പയ്യനാ. ജോലി അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നതാ. ഞാൻ മുതലാളിയോട് പറഞ്ഞ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. ജോലിയോ? കാണാൻ ചെറിയ പയ്യനെ പോലെ ഉണ്ടല്ലോ. പെട്ടെന്ന് വളർന്നോളാം ഞാൻ. നാളെയോ? അല്ല, നാളെ കഴിയും. സാർ, ദയവ് ചെയ്ത് എനിക്കൊരു ജോലി തരണം. സാറിന്റെ കാലിൽ ചെരുപ്പ് പോലെ ഇരുന്നോളാം. ഇത്രയും വലിയ ചെരുപ്പിട്ടോണ്ട് കിടന്ന് തട്ടി താഴെ വീഴും. ഒടുക്ക ഞങ്ങൾ എടുത്തോണ്ട് പോവേണ്ടി വരും. അയ്യോ, അങ്ങനെയല്ല, ചെരുപ്പ് പോലെ പണിയെടുത്തോളാന്ന് പറഞ്ഞു. ചെരുപ്പ് പോലെ പണിയൊന്നും എടുക്കണ്ട, നാൽക്കാലിയെ പോലെ പണിയെടുത്താ മതി. സത്യമായിട്ട് നാൽക്കാലി തന്നെയാ. എടോ ഭക്ത, കൃഷ്ണ, സത്യമൊന്നും പുറത്തു പറയാൻ പാടില്ല. രഹസ്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം. കൃഷ്ണ മുതലാളി, ഇവന്റെ ജോലിക്കാര്യം എസ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് ട്രാക്ടർ ഓടിക്കാൻ പറ. ഡ്രൈവിംഗ് ഒക്കെ അറിയാലോ അല്ലേ? അറിയാം സാർ. മോനെ, നിനക്ക് ഓടിക്കറിയാമെങ്കിൽ മാത്രം പറഞ്ഞാ മതി. ഇതുപോലെ തന്നെ ഒരുത്തെ കണക്കറിയാന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ജോലി കയറി കണക്കെഴുതി മൊത്തത്തിൽ 2,02,000. അതെന്താടെ 2,02,000 ചോദിച്ചു. കാണിക്കേട്ടതും കൂടെ ചേർത്തെന്നാ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നുമല്ല, നന്നായിട്ട് വണ്ടി ഓടിക്കും. വെരി പക്ഷെ ഗുഡ്. ഓടിക്കുമ്പോ ഉറങ്ങിപ്പോ. കൃഷ്ണ, പിന്നിലെന്താ? രാധ, എന്റെ പേരെ കുട്ടി മൈ വൈഫ്, ഏ എന്റെ പത്നി. കണ്ട കൃഷ്ണനെ കണ്ടോ? എപ്പോഴും ഭാര്യയുടെ ഓർമ്മയാ. കൃഷ്ണൻ ഈ നാട്ടില് ബന്ധുക്കളായിട്ട് ആരുമില്ല. എവിടെ താമസിക്കണമെന്ന് ആലോചിച്ചു. ഞാൻ ഉടനെ നമ്മുടെ വീട്ടിൽ താമസിച്ചോ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. നിന്റെ അഭിപ്രായം എന്താ? എനിക്കെന്താ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല. മുത്തശ്ശ, പ്രായപൂർത്തിയായ പെൺകുട്ടിയുള്ള സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനോ? ചെറുപ്പക്കാരനോ? ആ, ആര്? കൃഷ്ണൻ. കൃഷ്ണനാ? ഏ? ഭഗവാൻ എവിടുന്ന മോളെ പ്രായം? കൃഷ്ണ, ഇത് എന്റെ ചെറിയൊരു സെറ്റപ്പാ. സെറ്റപ്പോ? അപ്പൊ വെറുതെ അല്ല ഇവളെ കാണാൻ എന്ത് ഭംഗി. എന്റെ വീട് ചെറിയ സെറ്റപ്പ് എന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ എന്റെ അതേം പുറത്ത് കിടന്നോളാം, ഭഗവാൻ അകത്ത് കിടന്നോളൂ. എന്താ? അത് ശരിയാവില്ല. ഞാൻ എന്റെ ആദ്യം അകത്ത് കിടന്നോളാം. ആ, താൻ വേണമെങ്കിൽ കൃഷ്ണ, സ്ലിപ്പ് ഓഫ് ദിട്ടങ്ങ് വത്സനും കുട്ടി അകത്ത് കിടന്നോളൂ. ആ, ഞാൻ പുറത്ത് കട്ടിലില്ല, ആ. ഹാപ്പി ആയിട്ട് ആഘോഷം നോക്കി കിടന്നോളാന്നാ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ, ആ. അതാണ് ശരി. ആ. രാധ, കൃഷ്ണന് പുറത്ത് കിടക്ക് വിരിച്ചോളൂ. കൃഷ്ണ, എന്താ ഈ സമയത്ത്? ഉറക്കം വന്നില്ലെന്നേ. ഉറക്കം വന്നില്ലെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കല്ലോ എന്ന് കരുതി. അയ്യോ, എന്റെ മുത്തച്ഛൻ നിനക്ക് അറിഞ്ഞ കൃഷ്ണന് പേരിട്ടത്. നിന്റെ ലീലകൾ താങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ലീലകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. അപ്പോഴേക്കും അങ്ങ് താങ്ങാൻ അയ്യോ, പറ്റാതായോ? ഇത് തന്നെ ധാരാളം. ഒന്ന് പോ സ്വാമി. പോവില്ല സ്വാമി, പോ സ്വാമി. പോവില്ല സ്വാമി, ഒന്ന് പോ സ്വാമി. പോവില്ല. രാധ, എന്താ മോളെ അവിടെ ഒരു ശബ്ദം? എവിടെയോ അല്ല, ഇതെന്താ കാണിക്കുന്നെ? അവിടെ കട്ടിലിന്റെ അടിയിലേക്ക് പോ.
രാധാ എന്താ സ്വാമി? സ്വാമിയാ അല്ല മുത്തശ്ശ സ്വാമി. മുത്തച്ഛ സ്വാമിയാ എന്താ കുറച്ചു നേരത്തെ ഒരു ശബ്ദം കേട്ടത്? അത് മുത്തശ്ശ ഒരു പെരിച്ചാഴി എന്റെ ദേഹത്ത് ചാടി. അതാ പേടിച്ച് വിളിച്ച് മുത്തശ്ശ. പെരിച്ചാഴിയാ? ആ, പെരിച്ചാഴി മുറി കയറാൻ ഒരു സാധ്യതയില്ലല്ലോ. എങ്ങനെ വന്നിരിക്കും? ആ നാളെ എല്ലാത്തിനെയും കെണിവെച്ച് പിടിച്ചേക്കാം. അമ്മേ ഏ? പെരിച്ചാഴി അമ്മയെന്നാണോ വിളിക്കുന്നത്? താഴോട്ടൊന്ന് നോക്കിയേക്കാം. ഏ? കൃഷ്ണ വത്സ, നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഏ? എന്റെ വീട്ടിൽ നിന്ന് എന്നോട് ചോദിക്കുന്നു. അല്ല കട്ടിലടിയിൽ എന്താ? അത് പിന്നെ ഒരു പെരിച്ചാഴിയെ കണ്ടു. കൃഷ്ണ നീ തൂണിലും ഇരിക്കും തുരുമ്പിലും ഇരിക്കും, അത് പക്ഷെ കട്ടിലടിയിൽ ഇരിക്കുമെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഭഗവാന് വേണ്ടി പുറത്ത് കട്ടിലിട്ടു, മെത്ത ഇട്ടു, തലേണ ഇട്ട് വെച്ചിരിക്കുമ്പോ ഇങ്ങനെ കട്ടിലിന്റെ അടി വന്ന് കിടക്കുന്നത് ശരിയാണോ? എങ്കിൽ മോളി കിടക്കട്ടെ. അത് വളരെ മോശം. പുറത്തേക്ക് പോവാം. വാ. പോ. അയ്യോ രക്ഷപ്പെട്ടു. എല്ലാവരും നന്നായി ജോലി ചെയ്യ്. വേഗട്ടെ. വേഗം വാടാ. കുറുക്കന്മാർ വരുന്നുണ്ടല്ലോ. അല്ലടാ മണ്ട, ഇത്രയും ദൂരം അലഞ്ഞിട്ടും കൊച്ചു മലയാളി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ എവിടെയൊന്ന് വിളിക്കുക. ബാസ് ഏ? ഒരു ഐഡിയ. എന്തേ? തേയിലത്തോട്ടത്തിൽ തേയില നുള്ളിക്കൊണ്ടിരിക്കുന്നവരില്ലേ, അവരോട് പോയി ചോദിച്ചാലോ? നിന്റെ തലയിൽ മുടിയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ബുദ്ധിയുണ്ട്. വാ. ആ അതെ ആ? അതെ, ആ? ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? പിന്നെ ആ. ഇന്നലെ രാവിലെയല്ലേ ഞാൻ ഇയാളെ കോയമ്പത്തൂർ വെച്ച് കണ്ടേ. ഏ? ആരെയോ പേടിച്ചാണ് നടന്നു പോയത്. എന്തിനാ ഇങ്ങനെ പേടിച്ചു പോണെന്ന് ചോദിച്ചപ്പോ ആ. രണ്ട് മണ്ടന്മാർ എന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് പറഞ്ഞു. എന്ത് മണ്ടന്മാരാ? നിങ്ങളെയല്ല ബോസ്, ആ. എന്നെ. അത് കറക്റ്റ് ആണ്. അതെ, ഇയാള് കോയമ്പത്തൂരുണ്ടെന്നുള്ള ഉറപ്പാണ്. ഉറപ്പാ സാർ. ആ, ഞാൻ ഇവനെ കോയമ്പത്തൂർ വെച്ച് പിടിച്ചോളാം. ആ. ഇതിനിടയില് ഇവൻ നിങ്ങളുടെ കണ്ടിപ്പെട്ട ആ. നിങ്ങൾ പിടിച്ചു വെച്ചോ. ഉറപ്പായിട്ട്. ശരി, ഞാൻ വരട്ടെ. ശരി. താങ്ക്സ്. വേണ്ട വേണ്ട. ബോസ്, ഉം. ഇവന്റെ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ചെറുക്കനെ പോലില്ലേ? അയ്യോ, ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചേ? എന്താണ് നേരത്തെ പറയാത്തെ? തലയിരിക്കുമ്പോ വാലാടരുതെന്നല്ലേ? ആരായിരുന്നാലും നിങ്ങൾ എന്റെ ബോസ് അല്ലേ? ആ, നിങ്ങളുടെ ഇമേജിന് ബാധിക്കരുതെന്ന് വിചാരിച്ചാ ഞാൻ മിണ്ടാഞ്ഞ. correct. അപ്പോ നമുക്കിത് കണ്ടുപിടിക്കണം അല്ലേ? വേണം. ഉം. ആ. എടോ കോയമ്പത്തൂരെ, ഞങ്ങള് മണ്ടന്മാരല്ലേ? ആ. ഇപ്പൊ ശരിയാക്കി തരാം. വാ. ഏയ് എല്ലാവരും വേഗം ജോലി ചെയ്യ്. അവര് മര്യാദക്ക് ജോലി ചെയ്യും. സാറ് വന്നിട്ട് ഓടിക്കളഞ്ഞോ? കുറുക്ക വഴിയെ പോയി പിടിക്കാം. പാമ്പ്. സാർ പേടിക്കണ്ട സാർ, ഇത് ഞാനാ. ദോ, എഴുന്നേക്ക്. അനിയ, ഇനി എനിക്ക് ഓടാൻ പറ്റില്ല. അന്ന് 500 രൂപ കാണിച്ച് വീട്ടിൽ നിന്ന് ചാടി. ഇപ്പൊ ഞാൻ നിങ്ങളെ തിരക്കി ഈ കാട് മുഴുവൻ ചാടിക്കൊണ്ടിരിക്കുക. വീട്ടിലേക്ക് വാ മുതലാളി. എനിക്കതിനൊന്നും പറ്റില്ല. ഞാനിവിടെ ഭയങ്കര സന്തോഷത്തിലാ. അത് മാത്രമല്ല, ഉം. ഒരു സൂപ്പർ ലൈനും സെറ്റ് ആയിട്ടുണ്ട്. അവളെ തന്നെ കല്യാണവും കഴിച്ച് അടിച്ച് പൊളിക്കാൻ പോവാ. മുതലാളിക്ക് ലൈന. ഓ യെസ്, നിനക്ക് ലൈനുണ്ടോ? ബോസിന്റെ സെറ്റപ്പ് സാധാരണ സെറ്റപ്പാ. സിലിക്കിന്റെ മാതിരി ഇടുപ്പ്, കുശ്ബുവിന്റെ മാതിരി തുടുത്തുടുത്ത കവിള്, റോജായുടെ മാതിരി കണ്ണുകൾ, ഗൗതമി അയ്യോ. ചേട്ടാ, എന്തിനാ അവനെ അടിച്ചത്? പിന്നല്ലാതെ മുതലാളി, ലൈൻ അടിക്കുന്ന ഞാനും വർണ്ണിക്കുന്ന ഇവനുമാ. അത് തെറ്റ്. തെറ്റാണല്ലോ. ആ. ദാ, ആവശ്യത്തിന് അടികൊണ്ട് പഞ്ചറായിട്ടുണ്ട്. ഇതുവഴി പൊയ്ക്കോ. ആ. ഓടറാ. ചേട്ടാ ആ. ഒരു ഐഡിയ പറയട്ടെ. കേക്കട്ടെ. ചേട്ടന് ഇവിടെ ഒരു ലൈനുണ്ട്, ആ. എനിക്ക് ഇവിടെ ഒരു ലൈനുണ്ട്. ഉം. നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ സെറ്റ് ആയാലോ? ആ, 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 ആ. അടിപൊളിയായി. എന്താ ഏട്ടാ, ഈ പെട്ടി വാങ്ങി വെക്കേ. ബാങ്കിലേക്ക് പോയിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? അതെന്ത് പറയാനാ നിർമ്മല? ആ, പോയ വഴിക്ക് കുറെ റൗഡികൾ ഈ പണം കൊള്ളയടിക്കാൻ നോക്കി. ഇവൻ അപ്പോൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ പണവും പോയേനെ, എന്റെ ജീവനും പോയേനെ. മോനെ, നിനക്ക് നല്ലത് ഏയ്, അമ്മേ. എന്താ ഇതൊക്കെ? ഞാൻ നിങ്ങളുടെ മകനെ പോലെയല്ലേ, എന്നിട്ടാണോ എന്നെ തൊഴുന്നത്? ഞാനൊരു അനാഥനാ. മുതലാളിയുടെ അടുത്ത് ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളാ. മുതലാളി കാരണം ഞാനിപ്പോ ആഹാരം കഴിക്കുന്നത്. അദ്ദേഹത്തെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുക ഞാൻ. ദാമേ. ആഹാ, കൊള്ളാം. ദ്രൗപതിയുടെ തുണിയഴിച്ചപ്പോ കൃഷ്ണൻ വന്ന് രക്ഷപ്പെടുത്തിയതുപോലെ എന്റെ അളിയന്റെ ജീവൻ പോകാൻ പോയപ്പോ കൃഷ്ണനായിട്ട് വന്ന് രക്ഷിച്ചു. അയ്യോ, വലിയ കാര്യങ്ങളൊന്നും പറയല്ലേ. ആ. ഞാൻ ഇറങ്ങുന്നേ. ആ, ആ. മോനെ ഒന്ന് നിന്നേ. എന്താ അമ്മേ? ഇത് വെച്ചോളൂ. എന്താ ഇത്? 10,000 രൂപയുണ്ട്. എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചതില്ലേ അതിന്. മുതലാളിയുടെ ജീവന്റെ വില വെറും 10,000 രൂപയുള്ളൂ. ഒരുപാട് ചീപ്പായി കളഞ്ഞല്ലേ. അവൻ തെറ്റിദ്ധരിച്ച കണ്ടില്ലേ. കുറച്ചുകൂടി കൊടുക്കും മോളെ. അനിയ, നീ ഇതിനു മുമ്പ് ഓട്ടോക്കാരനായിരുന്നോ? ഒരുപാട് ചീപ്പായിട്ട് എന്നെ കാണണ്ട. മുതലാളിയുടെ ജീവന് വില കണക്കാക്കാൻ പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇറങ്ങട്ടെ. അപ്പോ ശരി അമ്മേ. അയ്യോ
അയ്യോ ഇത്ര നേരം ഞങ്ങളോട് മിണ്ടി അയ്യോ, പറഞ്ഞ് എന്താ പറ്റി? കണ്ടിട്ടതാണേ. ദേ പെട്ടെന്ന് വീണ് കിടക്കുന്ന അയ്യോ എന്റെ ദൈവമേ അയ്യോ അയ്യോ ഒന്ന് കണ്ണു തുറക്കണേ. മുത്തശ്ശിക്ക് എന്ത് പറ്റി തങ്കമ്മ? ഇത്രയും നേരം ഞങ്ങളോടൊക്കെ മിണ്ടിയും പറഞ്ഞും കൊണ്ടൊക്കെ ഇരുന്നതാ. ഇപ്പൊ ഇതൊന്നും മിണ്ടുന്നില്ലേ. ഇങ്ങനെ വെറുതെ കരഞ്ഞിട്ട് എന്ത് കാര്യം? വേഗം എല്ലാരും കൂടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുള്ളത് നോക്ക്. അതല്ലാതെ പിന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താ? ആരും വിഷമിക്കണ്ട. സാധാരണ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയാ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് ഉള്ള ജീവനും കളയും. എനിക്കറിയാവുന്ന ഒരു സൂപ്പർ ഡോക്ടർ ഉണ്ട്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ആരും പേടിക്കണ്ട. പെട്ടെന്ന് വാ. കൃഷ്ണ, എന്താ കിതയ്ക്കുമ്പോ പോലും നീ സുന്ദരിയാ. നിനക്ക് എപ്പോഴും കളിയാക്കല. ആ അല്ല, എന്തിനെങ്ങനെ ഓടി കതച്ചു വരുന്നേ? മുത്തശ്ശൻ എന്തെങ്കിലും പറ്റിയോ? അല്ല, മുത്തശ്ശിക്ക്. മുത്തശ്ശിക്കോ? മുത്തശ്ശൻ എന്തെങ്കിലും പണി പറ്റിച്ചോ ഈ പ്രായത്തില്? അയ്യോ, വേറെ മുത്തശ്ശിക്ക് ശ്വാസം നിന്ന് പോയി. നീ വന്ന് രക്ഷപ്പെടുത്തണം. വാ. ഒന്ന് വേഗം കണ്ണു തുറക്ക്. വാ, വാ. അയ്യോ, ഞങ്ങൾക്കിനി എല്ലാവരും മാറ്. വാ, വാ. അയ്യോ. ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ, ഈ മുത്തശ്ശിയാ. വേഗം രക്ഷപ്പെടുത്ത്. രക്ഷിക്കാനോ? ഞാനോ? എങ്ങനെ? എന്തു പറ്റും നിനക്ക്? ഞങ്ങള് നാട്ടിൽ വന്നപ്പോ നീ പഠിച്ചതൊക്കെ മറന്നുപോയോ? നീ എന്താ ഈ പറയുന്നേ? ആർക്കെങ്കിലും ശ്വാസം നിന്ന് പോയാ അപ്പൊ അടുത്ത് ഡോക്ടറൊന്നും ഇല്ലെങ്കില് അയാളെ നെഞ്ചില് കൈ വെച്ച് അമർത്തണം. എന്നിട്ടും ശ്വാസം കിട്ടിയില്ലെങ്കില് അയാളെ നെഞ്ചില് ഇടിക്കണം. എന്നിട്ടും ശരിയായില്ലെങ്കില് അയാളുടെ വാ വഴി കൃത്രിമ ശ്വാസം കൊടുക്കണം. അപ്പൊ ജീവൻ തിരിച്ചു കിട്ടും. എനിക്കും അങ്ങനെ ശ്വാസം നിന്നപ്പോ നീ ഇതുപോലെ ചെയ്തല്ലേ എന്നെ രക്ഷിച്ചത്. അപ്പൊ ഈ മുത്തശ്ശിക്ക് ഇതുപോലെ ചെയ്യാം. ഇതെന്താ എല്ലാ മുത്തശ്ശിമാരും വെട്ടിയിട്ട പോലെ വീഴുന്നേ? വീണെങ്കിൽ എന്താ, നീ നല്ല സൂപ്പർ ഡോക്ടർ അല്ലേ? എല്ലാവർക്കും ശ്വാസം എന്റെ കൊടുക്ക്. അമ്മേ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്താലേ എല്ലാവരും കൂടി എന്നെ തെക്കോട്ടെടുക്കേണ്ടി വരും. എന്നെ വിട്ടേക്ക് മോളെ. അയ്യോ ഡോക്ടർ സാർ, നിക്ക്. എടി കാർത്തിയായനി, നിനക്ക് ഞാൻ ഊതട്ടെ? നിനക്ക് തന്നെ നാലാളൂട്ടാൻ ഇപ്പൊ എന്നെ ഊതാൻ വരുന്ന അന്യാ. സാർ സാർ, നിക്ക് സാർ. വൈക്കോൽ വണ്ടി. വൈക്കോലില്ല, വണ്ടിയില്ല. അവരെല്ലാരും കൂടി എന്നെ പഞ്ഞിക്കിടും. നീ പോ. വൈക്കോൽ വണ്ടി. നിക്കവിടെ. ഓ, നീ ഒപ്പിടുന്നോ? ഇതിൽ 1000 ആണല്ലോ എഴുതിയിരിക്കുന്നത്. ഇത് 700 ഉള്ളല്ലോ. ബാക്കി 300 രൂപ എന്താ നിങ്ങൾക്കുള്ള കമ്മീഷനോ? ഓ, ഭക്ഷണം കഴിക്കാനില്ലെന്ന് പറ. ഇതുകൂടെ ഭിക്ഷയായിട്ട് തന്നിട്ട് പോവാം. ഇതൊക്കെ തെറ്റല്ലേ? ജോലി ചെയ്യുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതിയോ? കൃഷ്ണ, ഇവിടെ എങ്ങനെയൊക്കെയാണ്? മിണ്ടാതെ ഇങ്ങോട്ട് വാ. ഒപ്പിട്ട പൈസ എന്റെ കയ്യിൽ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഒരുപാട് കണക്ക് നോക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് നിനക്ക് ഇതും തരുന്നില്ല. മേശ്രീ, ഒരു കാര്യം ചെയ്യും. നാളെ തൊട്ട് പാർട്ടിയെ ജോലിയിൽ നിന്ന് കട്ട് ചെയ്തേരെ. നാളെ ഞാൻ എന്റെ ജോലി വിട്ടേക്കാം. പക്ഷെ ഇപ്പോ എന്റെ പൈസ തന്നേരെ. തന്നില്ലെങ്കിലോ? ഞാൻ പലിശ കൊടുത്തരും. പലിശയോ? ഇതാണ് മുത്തേ. പോയല്ലോ. പോവാൻ. വാടാ, വാ. നീ അടിച്ചല്ലേ? വാടാ. ടെൻഷൻ ആവാതെ, ഞാൻ വരികയല്ലേ. അടിക്കടാ. അടിക്കടാ. ഞാൻ വരികയല്ലേ. അടിക്കടാ. ചേട്ടാ വേണ്ട, എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ സീനാവേ. നീ ടെൻഷൻ ആവൂ അല്ലേ? നീ വലിയ ഉസ്താദല്ലേ? ഇല്ല ചേട്ടാ.
അയ്യോ നിന്നെ ഞാൻ ഹരിചന്ദ്ര, തന്റെ മോനൊരു തെറ്റ് ചെയ്തുകൊണ്ടാണോ ഇത്രയും ദേഷ്യം? താൻ ഇരിക്ക്. സിഡൗൺ. ശ്ശേ, കോടീശ്വര, കോടീശ്വരൻ. എന്റെ മകൻ പണത്തിന് ആഗ്രഹിക്കരുതെന്ന് കരുതി കോടീശ്വരൻ എന്ന് പേരിട്ടത്. എന്നിട്ട് അവൻ ചെയ്തത് കണ്ടോ? ഇവിടെ വാ. ശ്ശോ. അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ഇനി അങ്ങനെ ഉണ്ടാവരുത്. പൊയ്ക്കോ. ശരി ഡേയ്, നിൽക്കടാ. അന്ന ഊട്ടിയ കൈക്ക് തന്നെ നീ കുത്തിയല്ലടാ. അദ്ദേഹം ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല. ഇന്ന് മുതൽ നീ ജോലിക്ക് വരണ്ട. പോടാ പോടാ. ഹരിചന്ദ്ര, ശ്ശേ. അവിവേകം കാണിക്കരുത്. അവൻ എന്ത് ചെയ്താലും അവൻ തന്റെ മകനാണ്. ഇപ്പൊ അവനെ ജോലിന്ന് പറഞ്ഞു വിട്ട ഒരു പുതിയ മാനേജരെ എവിടുന്ന് കൊണ്ടുവരും? ആലോചിച്ച് നോക്കിയേ. മാനേജർ നല്ല പയ്യൻ, പഠിച്ചവൻ, ബുദ്ധിയുള്ളവൻ, പൈസയ്ക്ക് ആഗ്രഹമില്ലാത്ത ജെന്റിൽമാൻ, ജെന്റിൽ ബോയ്. ആ കള്ളന്റെ കള്ളത്തരങ്ങൾ എവനാണ് കണ്ടുപിടിച്ചത്? ഇങ്ങനെയുള്ള ഒരുത്തനെ നമ്മൾ പുറത്തു വിടരുത്. നമ്മളെ കൂടെ നിർത്തണം. അത് ശരിയല്ലേ? എന്തെങ്കിലും ചെയ്, തന്റെ ഇഷ്ടം. എല്ലാരും കേക്കാൻ, ഇന്ന് മുതൽ എവനാണ് നമ്മുടെ പുതിയ മാനേജർ. ഗുഡ് മോർണിംഗ് സർ. എന്താ കൃഷ്ണ? ഈ ആഴ്ചയിലെ കളക്ഷൻ 9 ലക്ഷം രൂപ. 9 lakhs. വെരി ഗുഡ്. കണ്ടോളയാ, പുതിയ മാനേജറുടെ കാര്യപ്രാപ്തി. വന്നപ്പോ തന്നെ ലാഭം കണ്ടോ? എല്ലാം എന്റെ സെലക്ഷൻ ആണല്ലയാ. ഈ പെട്ടി കൊണ്ടുപോയി നിർമ്മലയുടെ കൈ കൊടുത്തിട്ട് നീ പൊയ്ക്കോ. തീയെ കാണച്ചു. ഒന്നും പേടിക്കണ്ടമ്മേ. അയ്യോ, എന്താ മോനെ ഇത്? കൈയൊക്കെ പൊള്ളിയല്ലോ. അതൊന്നും സാരല്ലമ്മേ, ശരിയായിക്കോളും. അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കത് മതിയമ്മേ. എന്റെ മോനെ, ഒന്ന് നിക്ക്, ഞാൻ പോയി മരുന്ന് എടുത്തിട്ട് വരാം. അമ്മേ വേണ്ടമ്മേ, ഇത് തന്നെ ശരിയായിക്കോളും. എന്നാ ഞാൻ വരട്ടെ. അമ്മേ, ആ ബ്രീഫ് കേസിൽ 9 ലക്ഷം രൂപയുണ്ടേ. അത് നിർത്ത് അകത്ത് വെച്ചേക്കണേ. നിർമ്മല, എന്താ ഒരു ശബ്ദം? ഇത് നോക്കി. നിർമ്മല, ഇതെന്താ പറ്റിയത്? ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് സാരിക്ക് തീ പിടിച്ച്. ഭാഗ്യം കൊണ്ട് അമ്മ വന്ന് രക്ഷിച്ചു. അന്നവൻ എന്റെ ജീവൻ രക്ഷിച്ചു. ഇന്നിതാ ഇപ്പൊ നിന്റെ ജീവനും. അതെ ഏട്ടാ, നമ്മുടെ മോൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത് തന്നെ ഇവനും ചെയ്തത് ഏട്ടാ. ഏട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്. അത് സാധിച്ചു തരുമോ? അതെന്താണെന്ന് എനിക്കറിയാം ഹരിചന്ദ്ര. നമ്മുടെ പുതിയ മാനേജർ കൃഷ്ണനെ ഞാൻ മകനായിട്ട് ദത്തെടുക്കാൻ പോകുന്നു. നിയമപ്രകാരം എന്താണോ ചെയ്യേണ്ടത് അത് പെട്ടെന്ന് തന്നെ ചെയ്യുക. എല്ലാരും നന്നായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരം നമസ്കാരം. ഫംഗ്ഷനൊക്കെ ഭയങ്കര ജനം. വരണം വരണം. നമസ്കാരം. 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 എളുപ്പപ്പാ എളുപ്പപ്പാ. എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു അല്ലേ? വാ. ഇറ്റ്സ് ഓക്കേ. നന്നായി വാ മോനെ.
വലത് കാലം വെച്ച് കയറി ഇടത് കാലം ബ്യൂറോയില വെച്ച് 2 കാലം എടുത്ത് വെച്ച് വാ മോനെ.